ഓൾ ഇന്ത്യ റാങ്കിങ് ഒരു 3000-4000 റേഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഒരു 10 കോളേജുകളിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രവേശന സാധ്യതകളുണ്ട്. അതനുസരിച്ച് വേണം അവരുടെ പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട്. കേരള മെഡിക്കൽ റാങ്ക് ഏതാണ്ട് 14,000 വരെയുള്ള കുട്ടികൾക്ക് BHMSന് കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് വഴി ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജുകളിലെല്ലാം അവർ കൂടുതലായിട്ട് ഓപ്ഷൻ കൊടുക്കണം. ജനറൽ വിഭാഗമാണെങ്കിൽ ഒരു 60,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് ESI IP വെച്ചിട്ട് ഒരു MBBS സീറ്റിന് സാഹചര്യമുണ്ട്, ESI IP വെച്ചിട്ട്. പക്ഷേ ഇപ്പം നീറ്റ് റിസൾട്ട് വന്നിട്ട് 3 ദിവസം അത് വീണ്ടും ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. റിസൾട്ട് വന്നതിന് ശേഷം 3 ദിവസം എല്ലാവരും അവരവരുടെ പ്രിഫറൻസ് ഓർഡർ ഏറ്റവും ആഗ്രഹമുള്ളത് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് വേണ്ട ഒരു സീറ്റ്, അങ്ങനെ ഒരു പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കി എല്ലാവരും ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെന്നാണ് നമുക്ക് പ്രത്യേകം പറയാനുള്ളത്. കാരണം ഈ ഒരു മുൻവിധി പ്രകാരം പലരും അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൊടുക്കില്ല. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 98ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം. നമസ്തേ. ശിവൻ സാർ, നമ്മുടെ ആൻസർ കീയും OMRഉം ഒക്കെ വന്നു. വിദ്യാർത്ഥികളെല്ലാം അവരുടെ സ്കോറും കാര്യങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു നീറ്റ് 2024 മെയ് 5 ശേഷം ഓരോ കുട്ടികൾക്കും വ്യക്തമായിട്ട് അവരുടെ സ്കോർ എത്രയാണെന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ എല്ലാ കുട്ടികൾക്കും അവരവരെഴുതി OMR ഷീറ്റ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ റോൾ നമ്പർ തെറ്റിപ്പോയവരുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വരുത്തിയവരുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് അതൊന്നും മാറിപ്പോയിട്ടില്ല. നമ്മൾ പറഞ്ഞിരുന്നു റോൾ നമ്പർ മാറിപ്പോയാലൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിരുന്നു. എല്ലാ കുട്ടികൾക്കും OMR ഷീറ്റ് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് റീഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ ആൻസർ കീ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പം എല്ലാ വിദ്യാർത്ഥികൾക്കും കൃത്യമായിട്ടും എത്രയാണ് സ്കോർ എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. സാർ, അതുപോലെ തന്നെ ഈ ഒരു ആൻസർ കീ അത് വലിയൊരു ചർച്ചാ വിഷയമായിട്ട് തന്നെ ഇപ്പോഴും ആളുകളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞൊരു കീ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ വിദ്യാർത്ഥികൾ എന്താ പറയുക? തീർച്ചയായിട്ടും നമ്മൾ നീറ്റ് എക്സാം മെയ് 5 കഴിഞ്ഞിട്ട് ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ഫാക്കൽറ്റീസ് കൃത്യമായിട്ട് നമ്മൾ നീറ്റിൻ്റെ കീ പബ്ലിഷ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള സ്കോറുകളെക്കുറിച്ചൊക്കെ നമ്മൾ എല്ലാവർക്കും പബ്ലിക്കായിട്ട് നമ്മൾ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. അതിൽ നിന്നും 2 വ്യത്യാസമാണ് NTA ഒഫീഷ്യൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒന്ന് ഫിസിക്സിനകത്തും ഒന്ന് ബയോളജിക്കകത്തും. അതിനകത്ത് ഫിസിക്സിനകത്തുള്ള കറക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മുടെ കുട്ടികൾ ഈ 2024 നീറ്റ് എക്സാം എഴുതിയ 99% പഠിച്ചിരിക്കുന്ന ഓൾഡ് NCERT വെച്ചിട്ടുള്ളതായിരുന്നു കറക്റ്റ്. എല്ലാവരും എഴുതിയിരിക്കുന്ന ആൻസറും അത് തന്നെയാണ് കറക്റ്റ്. പക്ഷേ നീറ്റ് 2024 എക്സാം എഴുതിയ 99% വിദ്യാർത്ഥികളും പഠിച്ചത് ഓൾഡ് NCERT അനുസരിച്ചാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ നീറ്റിൻ്റെ ആ കീ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. ഓൾഡ് NCERT അനുസരിച്ച് അത് ശരിയുമാണ്. പക്ഷേ 2024 ആദ്യം അവർ NCERT അപ്ഡേറ്റ് ചെയ്തിരുന്നു. അത് വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് റെഫർ ചെയ്തത്. പക്ഷേ അതിനനുസരിച്ചാണ് NTA ആൻസർ കീ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കാരണം അവരുടെ ഇൻഫർമേഷൻ ബുള്ളിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് എഡീഷൻ അനുസരിച്ചായിരിക്കും ആൻസർ കീ എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പുതിയ NCERTക്ക് അധിഷ്ഠിതമായിട്ടാണ് ആൻസർ കീ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ എല്ലാ കുട്ടികളും ചലഞ്ച് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് NTA പരിഗണിച്ചേക്കാം. കാരണം 2024 എക്സാം എഴുതിയ 99% കുട്ടികളും പഠിച്ച NCERT എന്നുള്ള രീതിയിൽ അതിനെ വേണമെങ്കിൽ പരിഗണിച്ചേക്കാം. ബാക്കി ബയോളജിയിലുള്ള കറക്ഷൻ ഭൂരിഭാഗം ഫാക്കൽറ്റീസും NTA പറഞ്ഞിരിക്കുന്ന കീയോട് തന്നെയാണ് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആകെ 2 വ്യത്യാസങ്ങൾ മാത്രമാണ് നമ്മൾ പബ്ലിഷ് ചെയ്ത കീയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിലൊന്ന് ഏതാണ്ട് 90% ശരിയുമാണ് താനും. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് ഇനി ഒഫീഷ്യൽ റിസൾട്ട് വരുന്ന സമയത്ത് മാത്രമേ, മിക്കവാറും ജൂൺ 7, ജൂൺ 8 സമയത്തൊക്കെ നീറ്റിൻ്റെ ഒഫീഷ്യൽ റിസൾട്ട് വരാനുള്ള സാഹചര്യമുണ്ട്. 14-ാം തീയതിക്ക് മുമ്പ് റിസൾട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7-ാം തീയതി 8-ാം തീയതി നീറ്റിൻ്റെ റിസൾട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതോടുകൂടി മാത്രമേ ഒറിജിനൽ ആൻസർ കീ എന്താണെന്നുള്ളത് ഇനി പറയാനുള്ള സാധ്യതയുള്ളൂ. ഏതാണ് ഒറിജിനൽ ആൻസർ കീ? നമ്മൾ ഈ കുട്ടികളെല്ലാവരും ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് ഇനി NTAയുടെ ഒഫീഷ്യൽ കീ മാറ്റം വരുമോ? 90% മാറ്റം വരാനുള്ള സാധ്യത കുറവുമാണ്. സാധാരണ NTA അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും ഉൾക്കൊള്ളാറില്ല. ഇനി ഇതിൻ്റെ ഒരു നമ്മൾ കുട്ടികൾ കറക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അവരതൊരു ഗവേണിംഗ് ബോഡിക്ക് മുമ്പിൽ വെക്കുന്നു. അവർ വീണ്ടും ഈ കുട്ടികൾ ചലഞ്ച് ചെയ്തിരിക്കുന്ന ആൻസറുകളെല്ലാം നോക്കിയിട്ട് NTA ഒഫീഷ്യൽ ആൻസർ കീയിൽ മാറ്റം വരുത്തണമെന്ന് നോക്കും. അങ്ങനെ മാറ്റം വരുത്തണമെങ്കിൽ ആ മാറ്റം വരുത്തിയിട്ടായിരിക്കും റിസൾട്ട് 7-ാം തീയതി 8-ാം തീയതി പബ്ലിഷ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മാത്രമേ ഏത് കീ വെച്ചിട്ടാണ് മാറ്റം വരുത്തിയോ എന്നുള്ളത് NTA സാധാരണ പറയാറുമുള്ളൂ. അതിനു മുമ്പ് ഒറിജിനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യാറില്ല. ഒരിക്കൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിന് അങ്ങനെ സാഹചര്യം ഇല്ല. റിസൾട്ടും
ഒറിജിനൽ ആൻസർ കീയും കൂടെ പബ്ലിഷ് ചെയ്താണ് മിക്കവാറും വരുന്നത്. അടുത്ത ആഴ്ച തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. സാർ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്കോർ അതിലൊക്കെ വലിയൊരു സംശയങ്ങളാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ. തീർച്ചയായിട്ടും, കാരണം ഏറ്റവും ഈസി ആയിട്ട് നടന്ന ഒരു എക്സാമാണല്ലോ 2024 നീറ്റ് എക്സാം. അതെ, അപ്പോൾ അത്യാവശ്യം സ്കോർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ മനസ്സിലാവും അവർ അർഹരാണോ എന്നുള്ളൊരു ചോദ്യം ഭയങ്കരമായിട്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സാർ? 2023 വരെയുള്ള നീറ്റ് എക്സാം നോക്കിക്കഴിഞ്ഞാൽ 2024 ഏറ്റവും എളുപ്പമായിരുന്നു എന്ന ചോദ്യത്തിന് നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. കൃത്യമായിട്ട് എല്ലാത്തിനും ആൻസർ ഉണ്ടായിരുന്നു. അത് നമ്മുടെ കുട്ടികൾ വളരെ നന്നായിട്ട് പരിശീലിച്ചുകൊണ്ട് എല്ലാവർക്കും തന്നെ നല്ലൊരു സ്കോറിലോട്ട് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 2023 കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു 30-40 മാർക്കിൻ്റെ വരെ ഏറ്റവും ഉയർന്ന റാങ്കിങ്ങിൽ ഒരു 30-40 മാർക്കിൻ്റെ വരെ വേരിയേഷൻ വന്നേക്കാം. താഴത്തോട്ട് വരുമ്പോൾ 500 മാർക്ക് 400 മാർക്കിലോട്ട് വരുമ്പോൾ 100-120 മാർക്ക് വരെ മുൻ വർഷങ്ങളിൽ നിന്നുള്ളൊരു മാറ്റം വന്നേക്കാം. പക്ഷേ അതൊന്നും നമ്മളിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം അല്ല. കാരണം നമുക്ക് റാങ്കിങ് വരാറായി. റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമ്മളിനി കോളേജുകളെക്കുറിച്ചും കോഴ്സുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കാവുള്ളൂ. കഴിഞ്ഞ വർഷം കിട്ടിയ മാർക്ക് അനുസരിച്ച് എനിക്ക് ഇന്ന കോളേജ് കിട്ടി, അങ്ങനെ നമ്മൾ ദയവായിട്ട് കാണരുത്. ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ച് ഇന്ന കോളേജുകളാണ് നമുക്ക് സാധ്യത എന്ന് നോക്കി മനസ്സിലാക്കി വേണം 2024 സാധ്യതകളെ പഠിക്കുവാൻ വേണ്ടിയിട്ട്. സാർ, ഇപ്പോൾ എയിംസ്, ജിപ്മർ പോലുള്ള നിരവധി പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് എയിംസുകളുമുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ എത്തിച്ചേരണമെങ്കിൽ ഒരു വിദ്യാർത്ഥി കരസ്ഥമാക്കേണ്ട റാങ്ക് എത്രത്തോളം? തീർച്ചയായിട്ടും, കാരണം 2024 നീറ്റ് എക്സാം എഴുതിയ 23 ലക്ഷം വിദ്യാർത്ഥികളിലും 99% ആഗ്രഹമാണ് ഏതെങ്കിലും ഒരു എയിംസ് മെഡിക്കൽ കോളേജിൽ പഠിക്കുക എന്നുള്ളത്. ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ട് കടന്നു ചെല്ലണമെങ്കിൽ ഇപ്പം ഡൽഹിയിൽ നമുക്കറിയാം ഓൾ ഇന്ത്യ റാങ്കിങ് 50-നകത്തെങ്കിലും ഉണ്ടെങ്കിൽ ജനറൽ വിഭാഗത്തിന് അവിടെ ഒരു സീറ്റ് സാധ്യമാവുകയുള്ളൂ. റിസർവേഷൻ കാറ്റഗറിയിലോട്ട് വരുമ്പോൾ ഒരു 100-110 ഓൾ ഇന്ത്യ റാങ്കിലൊക്കെയാണ് OBC EWS റിസർവേഷനൊക്കെ ഡൽഹിയിൽ പ്രവേശനം കിട്ടുന്നത്. അതിനുശേഷം ജിപ്മർ പോണ്ടിച്ചേരിയാണ് രണ്ടാമതായിട്ട് കുട്ടികൾ കൂടുതൽ സെലക്ട് ചെയ്തിരിക്കുന്നത് കണ്ടിരിക്കുന്നത്. ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ ഒരു 250 ഒക്കെ ഉണ്ടെങ്കിലാണ് ജനറൽ വിഭാഗത്തിന് ജിപ്മർ കിട്ടുന്നത്. ഒരു 500 ഓൾ ഇന്ത്യ റാങ്ക് വരെ വരുമ്പോഴാണ് OBC EWS വിഭാഗത്തിന് ജിപ്മറിൽ MBBS സെലക്ഷൻ കിട്ടുന്നത്, ജിപ്മർ പോണ്ടിച്ചേരിയിൽ. അതിനുശേഷമാണ് എയിംസിൻ്റെ ഭുവനേശ്വർ, ഭോപ്പാൽ, ജോധ്പൂർ ക്യാമ്പസുകൾ. ഏതാണ്ട് ഓൾ ഇന്ത്യ റാങ്കിങ് 1000-നകത്ത് വരുമ്പോഴാണ് ഭുവനേശ്വറും ഭോപ്പാലും ജോധ്പൂർ ക്യാമ്പസുകൾ MBBS സെലക്ഷൻ കിട്ടുന്നത്. ഒരു ഓൾ ഇന്ത്യ റാങ്ക് 1000-നകത്ത് വരണം. അതോടൊപ്പം തന്നെ എയിംസിൻ്റെ ബാക്കിയുള്ള ക്യാമ്പസുകൾ റായ്പൂർ, ഋഷികേശ്, പാറ്റ്ന, നാഗ്പൂർ അതുപോലെയുള്ള ക്യാമ്പസുകളിൽ കിട്ടണമെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് ഒരു 3000-3500-നകത്ത് വരണം. ആദ്യത്തെ ഒരു 10 കോളേജിനകത്ത് എയിംസിൽ പഠിക്കണമെങ്കിൽ. ഏതെങ്കിലും ഒരു എയിംസ് 20 എയിംസ് മെഡിക്കൽ കോളേജിലായിട്ട് 2100 MBBS സീറ്റുകളാണുള്ളത്. ഏതെങ്കിലും ഒരു എയിംസിൽ പഠിക്കണമെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് ഒരു 5000-നകത്ത് വന്നാൽ മാത്രമേ ഏതെങ്കിലും ഒരു എയിംസിലുള്ള MBBS പഠനം ആദ്യത്തെ അലോട്ട്മെൻറ്റുകളിൽ സാധ്യമാവുകയുള്ളൂ. ഏറ്റവും അവസാന ഘട്ടമാകുമ്പോഴേക്കും ഒരു 7000-8000 ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് എയിംസിലുള്ള MBBS പഠനം സാധ്യമാകുന്നത്. സാർ, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ടയിലൊക്കെ നിരവധി ടോപ്പ് മെഡിക്കൽ കോളേജുകൾ, പിന്നെ എല്ലാ സ്റ്റേറ്റുകളുടെയും ഏതാണ്ട് 1ാമത്തെ 2ാമത്തെ 3ാമത്തെ റേഞ്ചുള്ള കോളേജുകളെല്ലാം ഓൾ ഇന്ത്യ വഴി നമ്മുടെ കുട്ടികൾ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടേക്കൊരു പ്രവേശനം കിട്ടണമെങ്കിൽ കരസ്ഥമാക്കേണ്ട റാങ്കൊക്കെ എത്രയായിരിക്കും? തീർച്ചയായിട്ടും ഈ എയിംസ് സ്ഥാപനങ്ങളും അതുപോലെ ജിപ്മറും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം കുട്ടികൾ സെലക്ട് ചെയ്യുന്നതാണ് ഡൽഹി ബേസിലുള്ള മൗലാന, ലേഡി ഹാർഡിൻ, സഫർജംഗ്, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ഗ്രാൻഡ് കോളേജ്, സെയ്ദ് കോളേജ്, കൊൽക്കത്ത മെഡിക്കൽ കോളേജ്, തമിഴ്നാട്ടിലെ മദ്രാസ് മെഡിക്കൽ കോളേജ്, സ്റ്റാൻലി മെഡിക്കൽ കോളേജ്, കർണാടകത്തിലെ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ്, മൈസൂർ മെഡിക്കൽ കോളേജ്, ഏതാണ്ടൊരു 15ഓളം ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുണ്ട്. അതിനകത്ത് ഏതാണ്ട് ഒരു 2000-2500 ഓൾ ഇന്ത്യ റാങ്കിനകത്ത് വരുന്ന കുട്ടികളാണ് ഈ ഒരു ലെവൽ കോളേജുകളിലോട്ടുള്ള പ്രവേശനത്തിനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു ഓൾ ഇന്ത്യ റാങ്കിങ് ഒരു 3000-4000 റേഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഒരു 10 കോളേജുകളിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രവേശന സാധ്യതകളുണ്ട്. അതനുസരിച്ച് വേണം അവരുടെ പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട്. സാർ, അതുപോലെ തന്നെ FMC ഒക്കെ ലക്ഷ്യം വെക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. ബെർലിനിൽ തന്നെ ഉണ്ട് നിരവധി വിദ്യാർത്ഥികൾ. അപ്പോൾ സാർ, തീർച്ചയായിട്ടും അവർ ഏതൊരു റാങ്ക് ആയിരിക്കണം കരസ്ഥമാക്കുക? AFMCയിൽ യഥാർത്ഥത്തിൽ നമ്മൾ MCCയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ AFMC താല്പര്യം പ്രകടിപ്പിക്കുന്ന കുട്ടികളിൽ നിന്നും പെൺകുട്ടികളിലെ ഒരു 350 കുട്ടികളെയും ആൺകുട്ടികളിൽ ഒരു 1150 കുട്ടികളെയും സെലക്ട് ചെയ്യുന്ന രീതിയാണ് കണ്ടിരിക്കുന്നത്. അതൊരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നീറ്റിൻ്റെ സ്കോറിനനുസരിച്ച് MCCയുടെ സൈറ്റ് വഴി നമ്മളെല്ലാം AFMCക്കായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. അവിടെ ഒരു റാങ്കിങ്ങിന് വലിയൊരു പ്രസക്തിയില്ല. കാരണം എത്ര റാങ്ക് ഉണ്ടെങ്കിലും അവരുടെ ബാക്കിയുള്ള ഇംഗ്ലീഷ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ്, ടോളർ,
മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ അവിടെ പ്രവേശനം കിട്ടുകയുള്ളൂ. അപ്പോൾ റാങ്ക് 1000 ഉണ്ട് അല്ലെങ്കിൽ 10,000 ആണ് എന്നുള്ളതിന് അവിടെ വലിയ പ്രസക്തിയില്ല. അപ്പോൾ അവിടെ ഒരു കട്ട് ഓഫ് മാർക്കൊക്കെയാണ് സാധാരണ നമ്മൾ പറയാറുള്ളത് ഷോർട്ട് ലിസ്റ്റിൽ വരാനായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം പെൺകുട്ടികൾക്ക് 640 മാർക്കും ആൺകുട്ടികൾക്ക് 617 മാർക്കുമായിരുന്നു ഷോർട്ട് ലിസ്റ്റിൽ പേര് വരാനുണ്ടായിരുന്ന സാഹചര്യം. ഈ 690, 700 ഉള്ള മാർക്കുള്ള കുട്ടിയും ഫൈനൽ ലിസ്റ്റിലുണ്ടായിരുന്നു, 617 കിട്ടിയ കുട്ടിയും ഫൈനൽ ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പം 2 മാർക്കുള്ളവരും ഫൈനൽ 145 വന്നിട്ടുണ്ട്. അപ്പം അവരുടെ ബാക്കിയുള്ള പെർഫോമൻസ് അത്ര നല്ലതായിരുന്നു എന്ന് മനസ്സിലാക്കണം. അതിൽ നമുക്കിപ്പോൾ 2024 വന്നു കഴിഞ്ഞാൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ കട്ട് ഓഫ് മാർക്കിൻ്റെ കാര്യത്തിൽ ഒരു 30-40 മാർക്കിൻ്റെ വരെയൊക്കെ വേരിയേഷൻ വന്നേക്കാം ഈ വർഷം. സർ, അതുപോലെ തന്നെ നമ്മുടെ ഓൾ ഇന്ത്യ കോട്ടയിലെ കേരളത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള മെഡിക്കൽ കോളേജ് എപ്പോഴും പരിഗണിക്കും. തീർച്ചയായിട്ടും കേരളത്തിലെ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും കേരളത്തിലുള്ള കുട്ടികൾക്കും ഓൾ ഇന്ത്യ വഴി പ്രവേശനം നേടാം. അതെ, അങ്ങനെയെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട വഴി ഈ അലോട്ട്മെന്റ് നടക്കുന്ന സമയത്ത് കേരളത്തിലെ ഒരു നല്ലൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ കുട്ടികൾ കരസ്ഥമാക്കേണ്ട റാങ്ക് എത്രയായിരിക്കും? നമുക്കിപ്പം കേരളത്തിലെ ഒരു പ്രിഫറൻസ് ഓർഡർ നോക്കുകയാണെങ്കിൽ, നമ്മൾ റാങ്കിങ് ഓർഡർ നോക്കുകയാണ്, കുട്ടികളുടെ ലാസ്റ്റ് റാങ്ക് നോക്കുകയാണ്. ഇപ്പം ഒരു കോളേജ് ആ റാങ്കിങ് വെച്ചിട്ട് ബെറ്റർ ആണ്, അതൊക്കെ അവരുടെ ഏറ്റവും അടുത്തുള്ള കോളേജ്, അതിൻ്റെ പ്രിഫറൻസ് ഓർഡറൊക്കെ അങ്ങനെയുള്ളൂ. അവിടെ നമുക്ക് ഒരു ഇന്ന കോളേജാണ് ഏറ്റവും ടോപ്പ് അങ്ങനെയൊന്നും നമുക്ക് പറയാനായിട്ടില്ല കേരളത്തിലെ സാഹചര്യം വെച്ചിട്ട്. എങ്കിൽ പോലും കോളേജുകളിലെ ലാസ്റ്റ് റാങ്കുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് കേരള മെഡിക്കൽ റാങ്ക് വെച്ചിട്ടും ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ടും ആദ്യം തീരുന്ന കോളേജ്. അപ്പം ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ ഒരു 1100, 1500 ഒക്കെ വരുമ്പോഴാണ് ഓൾ ഇന്ത്യ വഴി കേരളത്തിലെ കോളേജുകൾ കിട്ടുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഒരു 1500 ഓൾ ഇന്ത്യ റാങ്കിനകത്ത് വന്നാലേ ഓൾ ഇന്ത്യ വഴി കേരളം കിട്ടുകയുള്ളൂ. കേരളത്തിലെ 12 കോളേജുകളിൽ ഏതെങ്കിലും ഒരു കോളേജ് ഓൾ ഇന്ത്യ വഴി കിട്ടണമെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് 7000, 8000 വരെയൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ ഓൾ ഇന്ത്യ വഴി കേരളം കിട്ടും. അതൊരു 17,000 റാങ്ക് വരെയൊക്കെ ആണെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കിട്ടും. മൂന്നാമത്തെയോ 4ാമത്തെ റൗണ്ട് ആകുമ്പോഴേക്കും ഒരു 21,000 ഓൾ ഇന്ത്യ റാങ്ക് വരെ ഓൾ ഇന്ത്യ കോട്ട വഴി കേരളത്തിലെ കോളേജുകൾ കിട്ടും. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു കോളേജിൽ പഠിക്കാനാണ് ഒരു കുട്ടിക്ക് താല്പര്യം. അപ്പം നമ്മൾ ഈ വർഷം പറഞ്ഞു കേരളത്തിലെ കൂടുതൽ സെലക്ഷൻ ഉള്ളതുകൊണ്ട് കഴിയുമെങ്കിൽ കേരളത്തിലെ കോളേജിൽ തന്നെയാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ ഓൾ ഇന്ത്യ വഴി എടുക്കുകയാണെങ്കിൽ കേരള മെഡിക്കൽ വഴി അത്രയും കുട്ടികൾക്ക് കൂടുതൽ സാധ്യതകളല്ലേ. അതുകൊണ്ട് കേരളത്തിൽ തന്നെ പഠിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജ് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴി കിട്ടുമെങ്കിൽ അങ്ങനെ എടുക്കുന്നതായിരിക്കും അഭികാമ്യം. നമുക്ക് താല്പര്യമുള്ള കോളേജ് തന്നെ കിട്ടുമെങ്കിൽ. പിന്നെ കൂടുതൽ ഇനി കേരളത്തിൽ പഠിക്കാനുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ കട്ട് ഓഫ് ഉയർന്നായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിൽ തന്നെ പഠിക്കണമെങ്കിൽ ഓൾ ഇന്ത്യ വഴി കേരളത്തിൽ കിട്ടാനുള്ള സാഹചര്യമുണ്ട്. അപ്പം ഒരു 20,000, 21,000 റാങ്ക് ആണെങ്കിലും ഓൾ ഇന്ത്യയുടെ അടുത്ത ഘട്ടങ്ങളിൽ 3rd അലോട്ട്മെൻറ്റിലും 4th അലോട്ട്മെൻറ്റിലും ഒക്കെ ഓൾ ഇന്ത്യ വഴി കേരളത്തിലൊരു MBBS സീറ്റ് ഗവൺമെൻറ് മേഖലയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരവും കോഴിക്കോടും ആദ്യത്തെ ഒരു റാങ്കിങ്ങിൽ ഒരു 2000 ഓൾ ഇന്ത്യ റാങ്കിനകത്ത് വന്നാൽ മാത്രമാണ് കിട്ടാനുള്ള സാഹചര്യം. കോട്ടയം ഒക്കെ സാധാരണ ഒരു ഓൾ ഇന്ത്യ റാങ്ക് 3000, 3500 വരെയുള്ള കുട്ടികൾക്ക് കോട്ടയമൊക്കെ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടാറുണ്ട്. രണ്ടാമതൊരു 5000 ഓൾ ഇന്ത്യ റാങ്ക് വരെയൊക്കെ ആണെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജ് കിട്ടാറുണ്ട്. സർ, അതുപോലെ തന്നെ കേരളം കഴിഞ്ഞാൽ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ ഏറ്റവും കൂടുതൽ എല്ലാം പരിഗണിക്കാറുണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രിഫറൻസ് കൊടുക്കാൻ എനിക്ക് തോന്നുന്നു തമിഴ്നാട്. തീർച്ചയായിട്ടും. കാരണം ഫീസ് കൊണ്ട് ഏറ്റവും കുറവ് ഓൾ ഇന്ത്യ കോട്ട വഴി തമിഴ്നാട്ടിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ്. ഏറ്റവും കൂടുതൽ സീറ്റും തമിഴ്നാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലാണ്. അപ്പോൾ അവിടേക്ക് വിദ്യാർത്ഥികൾ കരസ്ഥമാക്കേണ്ട റാങ്കിങ് എത്രത്തോളമാണ്? തമിഴ്നാട്ടിൽ ഇപ്പം നമുക്കറിയാം 35 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ 15% സീറ്റുകൾക്കാണ് നമുക്ക് അർഹതയുള്ളത്. അവിടെ മദ്രാസ് മെഡിക്കൽ കോളേജ്, സ്റ്റാൻലി മെഡിക്കൽ കോളേജ്, കിൽപോക്ക്, മധുര മെഡിക്കൽ കോളേജ്, കോയമ്പത്തൂർ, തിരുനെൽവേലി, ട്രിച്ചി, തഞ്ചാവൂർ, ഒമണ്ടുറാറ്, കന്യാകുമാരി, സേലം, തേനി, തൂത്തുക്കുടി അങ്ങനെ 35 ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണുള്ളത്. എല്ലാം വളരെ നല്ല നിലവാരത്തിലുള്ള കോളേജുകളാണ്. 18,000 രൂപ മാത്രമാണ് വാർഷിക ഫീസ് ഉള്ളത്. മദ്രാസ് മെഡിക്കൽ കോളേജൊക്കെ ആണെങ്കിൽ ആദ്യത്തെ ഒരു 1000, 1500 റാങ്കിനകത്ത് തന്നെ തീർന്നു പോകും. സ്റ്റാൻലി, കിൽപോക്ക് മെഡിക്കൽ കോളേജുകൾ ഒരു 3000, 3500 റാങ്ക് വരെയൊക്കെ സെക്കൻഡ് റൗണ്ടിൽ വന്നിട്ടുണ്ട്. കോയമ്പത്തൂരും മധുര മെഡിക്കൽ കോളേജ്, ട്രിച്ചി, തിരുനെൽവേലി, തഞ്ചാവൂർ ആ ഒരു ലെവലുള്ള മെഡിക്കൽ കോളേജ് ഏതാണ്ട് 10,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള മെഡിക്കൽ കോളേജുകൾ ഏതാണ്ട് ഒരു 20,000, 21,000 വരെയുള്ള ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് തേനിയും സേലവും കന്യാകുമാരിയും തൂത്തുക്കുടിയും ഒക്കെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വന്നിട്ടുണ്ട്. ഏതാണ്ട് 23,700 റാങ്ക് വരെയൊക്കെ, അതായത് ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ അവസാനം തീരുന്ന സീറ്റ് വരെ തമിഴ്നാട്ടിലെ പുതിയ കോളേജുകളുണ്ട്.
ഇവിടുത്തെ സെൽഫ് ഫിനാൻസിങ്ങിനേക്കാളും ഏറ്റവും നല്ല സൗകര്യങ്ങളുള്ള തമിഴ്നാട്ടിലെ കോളേജുകളാണ് നമുക്ക് ഒരു 23,500 അല്ലെങ്കിൽ 24,000 ഓൾ ഇന്ത്യ റാങ്കിലാണെങ്കിലും ലഭിക്കുന്ന കോളേജുകൾ. ആ ഓൾ ഇന്ത്യയുടെ അവസാന റാങ്കൊക്കെ ആണെങ്കിലും നമുക്ക് തമിഴ്നാട്ടിൽ MBBS സീറ്റ് കിട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. സാർ അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് നമ്മൾ സ്റ്റേറ്റുകൾ പറയുകയാണെങ്കിൽ കർണാടക, ആന്ധ്ര, തെലങ്കാന ഒക്കെയാണ്. അതെ. അപ്പോൾ അവിടുത്തെ ഒരു റാങ്കിൻ്റെ ഒരു ഡീറ്റെയിൽസ്. തീർച്ചയായിട്ടും നമ്മളൊരു കേരളത്തിലൊരു കുട്ടി ഓപ്ഷൻ കൊടുക്കുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഒരു 4-5 മെഡിക്കൽ കോളേജുകൾ, പിന്നെ തമിഴ്നാട്ടിലെ ഒരു 5-10 കോളേജുകൾ, പിന്നെ കർണാടകത്തിലെ ഒരു ടോപ്പ് 5-6 കോളേജ്, പിന്നെ കേരളത്തിലെ എല്ലാ കോളേജ്, പിന്നെ തമിഴ്നാട്ടിലെ എല്ലാ കോളേജ്, അങ്ങനെയാണ് ആ കോളേജുകളുടെ ഒരു പ്രിഫറൻസ് ഓർഡർ കുട്ടികൾ തയ്യാറാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കർണാടകത്തിലെ കോളേജുകളിൽ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ്, മൈസൂർ മെഡിക്കൽ കോളേജ്, ബെൽഗാം മെഡിക്കൽ കോളേജ്, ഹസൻ മെഡിക്കൽ കോളേജ്, ഇങ്ങനെയുള്ള കോളേജുകൾ വളരെ നല്ല നിലവാരം പുലർത്തുന്ന കോളേജുകളാണ്. അങ്ങനെ അവിടെയും 24 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ 75,000 രൂപ വാർഷിക ഫീസ് കൊണ്ട്, അവിടെ ഫീസ് അല്പം കൂടുതലാണ്. ഗവൺമെൻറ് മേഖലയാണെങ്കിൽ 75,000 രൂപയാണ്. 75,000 രൂപ വാർഷിക ഫീസ് കൊടുത്തുകൊണ്ട് 24 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണ് കർണാടകത്തിലുള്ളത്. ആദ്യത്തെ ഘട്ട അലോട്ട്മെൻറ്റുകൾ ഒരു 10,000-11,000 റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞ മൈസൂർ മെഡിക്കൽ കോളേജ്, ഹസൻ, ഷിമോഗ, ബെൽഗാം അതുപോലുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ പ്രവേശനം കിട്ടും. ഓൾ ഇന്ത്യ റാങ്കിങ് ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലെ പറഞ്ഞ പോലെ ഏതാണ്ട് 22,000-23,000 റാങ്ക് വരെയൊക്കെ ആണെങ്കിലും ബിഡാർ മെഡിക്കൽ കോളേജ്, ഗുൽബർഗ മെഡിക്കൽ കോളേജ്, കുടക് മെഡിക്കൽ കോളേജുകളൊക്കെ ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണെങ്കിൽ പോലും നമ്മുടെ തൊട്ടടുത്ത് ഗവൺമെൻറ് മേഖല കിട്ടാനുള്ള സാഹചര്യമാണ് കർണാടകത്തിലുള്ളത്. അതുപോലെ തന്നെയാണ് ആന്ധ്രയും തെലുങ്കാനയും. അവിടെയും ഫീസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഏതാണ്ട് ഓൾ ഇന്ത്യ റാങ്കിങ് 20,000-21,000 വരെയൊക്കെ ആന്ധ്രയിലും തെലുങ്കാനയിലും ഗവൺമെൻറ് മേഖലയിൽ MBBS സീറ്റുകളും നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പ്രവേശനം നേടുന്ന 4 സ്റ്റേറ്റുകളാണ് കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളിലാണ് ഓൾ ഇന്ത്യ കോട്ട വഴി ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രവേശനം നേടുന്നത്. ഏറ്റവും അവസാനം പോകുന്നത് സിക്കിം, മണിപ്പൂർ, കാശ്മീർ പോലുള്ള കോളേജുകളാണ്. കഴിഞ്ഞ തവണ 23,700 വരെ ഓൾ ഇന്ത്യ റാങ്കിങ് 23,700 വരെ പോയത് സിക്കിമിലെയൊക്കെ കോളേജുകളാണ്. അപ്പം ഓൾ ഇന്ത്യ റാങ്കിങ് ഈ വർഷം നമുക്കൊരു 25,000 ഒക്കെ ഉള്ളതാണെങ്കിലാണ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടാനുള്ള സാഹചര്യം എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സാർ അതുപോലെ തന്നെ ESI മെഡിക്കൽ കോളേജുകൾ, അതിൻ്റെ ഒരു റാങ്കിങ് ഓർഡറും പ്രിഫറൻസ് ഓർഡറും കൂടെ ഒന്ന് വ്യക്തമാക്കാം. നമുക്കിപ്പം ESI IP സർട്ടിഫിക്കറ്റ് കിട്ടിയ കുട്ടികളുണ്ട്. അവർക്ക് അവരുടെ ഓപ്ഷനകത്ത് ESIയുടെ 11 മെഡിക്കൽ കോളേജുകൾ കൂടുതലായിട്ട് കാണാം. ESI 11 മെഡിക്കൽ കോളേജുകളുടെ നോർമൽ ഫീസ് ഓൾ ഇന്ത്യ കോട്ട സീറ്റും കാണാം, ESI IP സീറ്റും കാണാം. ESI ഓൾ ഇന്ത്യ കോട്ട സീറ്റിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓപ്ഷൻ കൊടുക്കാം. ഫരീദാബാദ്, കൊൽക്കട്ട, ബാംഗ്ലൂർ, ഗുൽബർഗ, കോയമ്പത്തൂർ, ചെന്നൈ, കൊല്ലം, ബിട്ട, മാണ്ടി തുടങ്ങി 11 ESI മെഡിക്കൽ കോളേജുകളുണ്ട്. അവിടെ 15% എല്ലാവർക്കും ഓപ്ഷൻ കൊടുക്കാം. പക്ഷേ അവിടെ 15% എല്ലാവരും ഓപ്ഷൻ കൊടുക്കുമ്പം പല കോളേജുകളിലും ഫീസ് കൂടുതലാണെന്നുള്ളത് ശ്രദ്ധിക്കണം. ചെന്നൈ മെഡിക്കൽ കോളേജ് 1,00,000 രൂപയാണ് ഫീസ്. ഗുൽബർഗ മെഡിക്കൽ കോളേജ്, ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ 1,00,000 രൂപയാണ് സാധാരണ ഒരു വ്യക്തി അവിടെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ. ഏതാണ്ട് 20,000, 22,000 റാങ്ക് വരെയൊക്കെ ഓൾ ഇന്ത്യ ലെവലിൽ ESI മെഡിക്കൽ കോളേജുകളിൽ സാധാരണക്കാർക്കും കിട്ടും പ്രവേശനം. 22,000, 23,000 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ചില കോളേജുകളിൽ ഫീസ് കുറവാണ്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ 18,000 രൂപയുള്ളൂ, കൊല്ലം മെഡിക്കൽ കോളേജിൽ 24,000 രൂപയുള്ളൂ. പക്ഷേ ബാക്കിയുള്ള കോളേജുകളിൽ 1,00,000 രൂപയാണ്. അപ്പോൾ അതാണെങ്കിൽ പോലും ഒരു 23,000 റാങ്ക് വരെയൊക്കെയാണ് ESI മെഡിക്കൽ കോളേജിൽ ESI IP അല്ലാത്തവർക്ക് കിട്ടാനുള്ള സാഹചര്യം. ESI IP സർട്ടിഫിക്കറ്റ് കിട്ടിയ വ്യക്തികൾക്ക് ഈ 11 കോളേജുകളിൽ IP സീറ്റ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് വെക്കാനായിട്ടുണ്ട്, ഓപ്ഷൻ വെക്കാനായിട്ടുണ്ട്. 24,000 രൂപ മാത്രമേ വാർഷിക ഫീസ് ഉള്ളൂ. ഏത് കോളേജാണെങ്കിലും 24,000 രൂപ മാത്രമേ ഉള്ളൂ. കോളേജുകളുടെ പ്രിഫറൻസ് ഓർഡർ നമ്മൾ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ഓർഡർ നോക്കുകയാണെങ്കിൽ ഫരീദാബാദാണ് ആദ്യം തീർന്നു പോകുന്ന സീറ്റ്. പിന്നെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ്, ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ്, ചെന്നൈ മെഡിക്കൽ കോളേജ്, നമ്മുടെ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, കൊൽക്കത്ത മെഡിക്കൽ കോളേജ്, ഗുൽബർഗ മെഡിക്കൽ കോളേജ്, മാണ്ടി മെഡിക്കൽ കോളേജ്, ബിട്ട മെഡിക്കൽ കോളേജ്, അങ്ങനെയാണ് ഏതാണ്ട് ESIയുടെ നമുക്കൊരു കോളേജിൻ്റെ ഓർഡർ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ മെഡിക്കൽ കോളേജുകളിലെല്ലാം അവർ കൂടുതലായിട്ട് ഓപ്ഷൻ കൊടുക്കണം. ജനറൽ വിഭാഗമാണെങ്കിൽ ഒരു 60,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് ESI IP വെച്ചിട്ട് ഒരു MBBS സീറ്റിന് സാഹചര്യമുണ്ട്. ESI IP വെച്ചിട്ട്. OBC വിഭാഗമാണെങ്കിൽ ഒരു 70,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയും, EWS കാറ്റഗറി ആണെങ്കിൽ ഒരു 75,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയൊക്കെയാണ് ESI IP സീറ്റ് കിട്ടാനുള്ള സാഹചര്യം. സാർ അതുപോലെ തന്നെ
ഈ അലോട്ട്മെന്റിന്റെ കാര്യം പരിഗണിക്കുമ്പോൾ ഡീംഡ് മെഡിക്കൽ കോളേജുകളുടെ കാര്യങ്ങൾ നമ്മളിപ്പോൾ തീർച്ചയായിട്ടും. കാരണം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൻ്റെ കൂടെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ കൂടെ ഉള്ളതാണ് ഡീംഡ് മെഡിക്കൽ കോളേജുകൾ. ഇന്ത്യയിൽ 52 ഡീംഡ് മെഡിക്കൽ കോളേജുകളാണുള്ളത്. സാർ, അപ്പോൾ അവിടെയുള്ളൊരു റാങ്കിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചറും ഒക്കെ എത്രയാണെന്നുള്ളത് വ്യക്തം. കാരണം ബാക്കിയുള്ള എല്ലാ കോളേജുകളും നമ്മൾ പറയുമ്പോഴും ഓൾ ഇന്ത്യ റാങ്കിനാണ് പ്രാധാന്യമെന്ന് നമുക്കറിയാം. പക്ഷേ ഡീംഡ് മെഡിക്കൽ കോളേജിൽ പരിഗണിക്കുമ്പം ഫീസിനാണ് പ്രാധാന്യം. നമുക്ക് എത്രത്തോളം അഫോർഡബിൾ ആണ്. 18 ലക്ഷം മുതൽ 30 ലക്ഷം വരെ വാർഷിക ഫീസ് കൊടുത്തു പോകാവുന്ന കോളേജുകളും 35 ലക്ഷം 45 ലക്ഷവും NRI സീറ്റുകളും ഒക്കെ ഡീംഡ് മെഡിക്കൽ കോളേജുകളിലുണ്ട്. അവിടെ നമ്മൾ എത്രത്തോളം ഫണ്ട് റേസ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിനും കൂടെ ഒരു പ്രാധാന്യമുണ്ട്. ഇപ്പം മണിപ്പാൽ മെഡിക്കൽ കോളേജിന് 2 ക്യാമ്പസാണുള്ളത്. ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഓപ്ഷൻ കൊടുക്കാനുള്ള, അവിടെ സ്റ്റേറ്റ് കോട്ടൊന്നുമില്ല. ഇന്ത്യയിലുള്ള എല്ലാവർക്കും മണിപ്പാലിൽ ഓപ്ഷൻ കൊടുക്കാം. മണിപ്പാലിൻ്റെ മെയിൻ ക്യാമ്പസിൽ, മണിപ്പാലിൽ തന്നെയുള്ള ക്യാമ്പസാണോ ആദ്യമായിട്ട് ഡീംഡ് മെഡിക്കൽ കോളേജ് തീരുന്ന ഒരു കോളേജ്. ഏതാണ്ട് ഓൾ ഇന്ത്യ റാങ്കിങ് ഒരു 70,000 80,000 ഓൾ ഇന്ത്യ റാങ്കുള്ള കുട്ടികൾക്കാണ് മണിപ്പാലിൽ 18 ലക്ഷം രൂപ വാർഷിക ഫീസിൽ പഠിക്കാനായിട്ട് സാധിക്കുന്നത്. മണിപ്പാൽ മെഡിക്കൽ കോളേജിൻ്റെ തന്നെ മംഗലാപുരത്തുള്ള ക്യാമ്പസ് ഉണ്ട്. ഏതാണ്ട് 1 ലക്ഷം റാങ്ക് വരെയാണെന്നുണ്ടെങ്കിൽ മംഗലാപുരത്ത് ഈ 18 ലക്ഷത്തിൻ്റെ സീറ്റ് കിട്ടും. ഇനി ഓൾ ഇന്ത്യ റാങ്ക് ഒരു 2 ലക്ഷമോ 2.5 ലക്ഷമോ ആണെങ്കിലും ഈ മണിപ്പാൽ ക്യാമ്പസിൽ NRI സീറ്റുകളുണ്ട്. അപ്പോൾ അവിടെ ഫീസ് എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. മണിപ്പാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ അമൃത മെഡിക്കൽ കോളേജാണ്, കൊച്ചി അമൃത മെഡിക്കൽ കോളേജാണ് തീരുന്ന മറ്റൊരു ഡീംഡ് മെഡിക്കൽ കോളേജ്. കഴിഞ്ഞ തവണ ഏതാണ്ട് 1.5 ലക്ഷം റാങ്ക് വരെയുള്ള കുട്ടികൾക്കൊക്കെ പ്രവേശനം കിട്ടിയിട്ടുണ്ട് 21 ലക്ഷം രൂപ വാർഷിക ഫീസിൽ. പക്ഷേ ഈ വർഷം അവർ ഫീസ് 25 ലക്ഷമായി മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം സ്വാഭാവികമായിട്ടും 1.5 ലക്ഷം 2 ലക്ഷം റാങ്ക് വരെയൊക്കെയുള്ള വിദ്യാർത്ഥികൾക്കും അമൃതയിൽ MBBS സീറ്റിന് കിട്ടാനുള്ള സാഹചര്യമുണ്ട്. മിനിമം സ്കോർ ആണെങ്കിൽ പോലും അവിടെ ഉയർന്ന ഫീസ് കൊടുത്തുകൊണ്ടുള്ള NRI സീറ്റുകൾക്കും സാഹചര്യമുണ്ട്. ഇതൊക്കെ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴിയാണ് ലഭിക്കുന്നത്. മണിപ്പാലും അമൃതയും കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ഏതാണ്ട് 52ഓളം ഡീംഡ് മെഡിക്കൽ കോളേജുകളിൽ ഫീസുകളാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് പറ്റുന്ന ഫീസ് ഒരു 20-22 ലക്ഷം രൂപ വാർഷിക ഫീസായിരിക്കും മിക്ക കോളേജുകളിലും. ധാരാളം കോളേജുകളുണ്ട്. JSS, എനപ്പോയ, നിറ്റ്, പ്രവരെ, ബെൽഗാവി, SRM മെഡിക്കൽ കോളേജ്, വിനായക മെഡിക്കൽ കോളേജ്, സിംബയോസ് മെഡിക്കൽ കോളേജ്, അങ്ങനെ ധാരാളം ഡീംഡ് മെഡിക്കൽ കോളേജുകളുണ്ട്. ഒരു റാങ്കിങ് നമുക്ക് 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ഒക്കെ ആണെങ്കിലും 5 ലക്ഷമോ 10 ലക്ഷമോ ആണെങ്കിൽ പോലും അവിടെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് ഉള്ള കോളേജുകളുണ്ടെങ്കിൽ കിട്ടാനുള്ള സാഹചര്യമുണ്ട്. ഡീംഡ് മെഡിക്കൽ കോളേജുകൾ അവിടെ റാങ്കിങ്ങിന് വലിയൊരു പ്രസക്തിയില്ല. ആ കോളേജുകളുടെ ഫീസുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കുക. അവിടെ ബാങ്ക് ഗ്യാരണ്ടിന്നോ വേറെ അല്ലാത്ത പൈസ മാനേജ്മെൻറ്റിന് കൊടുക്കുകയോ ഹിഡൻ ഫീസുകളൊന്നുമില്ല. അവർ അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പൈസ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം റാങ്ക് ആണെങ്കിലും കിട്ടാനുള്ള സീറ്റുകൾ ഡീംഡ് മെഡിക്കൽ കോളേജുകളിൽ മെറിറ്റായിട്ടുമുണ്ട്, NRI ആയിട്ടുമുണ്ട്. പക്ഷേ 20 ലക്ഷത്തിനൊക്കെ മുകളിൽ MBBS സീറ്റിന് വാർഷിക ഫീസായിട്ട് വരുമെന്ന് മാത്രം. സർ, അതുപോലെ തന്നെ BDS ആണ് ഒരു വിദ്യാർത്ഥിയുടെ ആവശ്യമെങ്കിൽ, അല്ലെങ്കിൽ അത് പഠിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയിലെ വിദ്യാർത്ഥി കരസ്ഥമാക്കേണ്ട റാങ്ക് എത്ര? തീർച്ചയായിട്ടും MBBS പോലെ തന്നെ പ്രാധാന്യമുള്ളതാണല്ലോ BDS പഠനവും. അപ്പം ഗവൺമെൻറ് മേഖലയിൽ പക്ഷേ കോളേജുകൾ കുറവാണ് ഓൾ ഇന്ത്യ തലത്തിൽ. മറ്റേ നമുക്ക് 350ഓളം മെഡിക്കൽ കോളേജുകൾ പറയാനുണ്ടെങ്കിൽ BDS കോളേജുകൾ ധാരാളം വളരെ കുറവാണ്. ഒരു 50ഓളം ഗവൺമെൻറ് BDS കോളേജുകൾ മാത്രമേ ഓൾ ഇന്ത്യ തലത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ റാങ്കിങ് ഒരു 50,000 55,000 റാങ്ക് വരെയൊക്കെ ആണെങ്കിലാണ് ഓൾ ഇന്ത്യ കോട്ട വഴി ഒരു ഗവൺമെൻറ് BDS കിട്ടാനുള്ള സാഹചര്യം എന്ന് മനസ്സിലാക്കുക. എന്നാൽ അവിടെയും ഡീംഡ് മെഡിക്കൽ കോളേജുകൾ BDS ഉണ്ട്. ഏതാണ്ട് അത്രയൊന്നും ഫീസില്ലാതെ നമ്മൾ MBBSന് 20-22 ലക്ഷം പറഞ്ഞെങ്കിലും BDSന് ഒരു 3 ലക്ഷം 5 ലക്ഷം അല്ലെ 6 ലക്ഷം 10 ലക്ഷത്തിൻ്റെ ഒക്കെ റേഞ്ചിൽ ഡീംഡ് മെഡിക്കൽ കോളേജിൽ എത്ര ലക്ഷം റാങ്ക് ആണെങ്കിലും എത്ര സ്കോർ ആണെങ്കിലും BDS സീറ്റുകൾ കിട്ടാൻ യാതൊരു പ്രയാസവുമില്ല. ഏറ്റവും നല്ല സൗകര്യമുള്ള ഡീംഡ് മെഡിക്കൽ കോളേജുകളിൽ BDS പഠിക്കണമെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് നീറ്റിൻ്റെ സ്കോർ എത്രയാണെങ്കിലും അവനവൻ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫീസിൽ 3 lakhs 4 lakhs അല്ലെ 5 lakhs 6 lakhs കിട്ടാനുള്ള BDS സീറ്റുകൾ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിലുണ്ട്. സാർ, ഇപ്പം നമ്മൾ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിലെ കാര്യങ്ങൾ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേരള അലോട്ട്മെൻറ്റിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. തീർച്ചയായിട്ടും. അപ്പം അതിൻ്റെ ഒരു റാങ്ക് എത്രത്തോളമായിരിക്കും? കേരളത്തിലെ ഒരു MBBS പഠനം ഗവൺമെൻറ് തലത്തിലാണ്. കേരളത്തിൽ തന്നെ ഗവൺമെൻറ് പഠിക്കുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നതിലും കേരള മെഡിക്കലിൽ ഒരു 900 റാങ്ക്, ഒരു 1000 റാങ്കിൽ താഴെ വന്നാൽ മാത്രമേ കേരള മെഡിക്കൽ റാങ്ക് വെച്ച് തന്നെ കേരളത്തിലൊരു ഗവൺമെൻറ് MBBS സീറ്റിന് സാഹചര്യമുള്ളൂ. ജനറൽ വിഭാഗത്തിന്, സ്റ്റേറ്റ് മെറിറ്റ് വിഭാഗത്തിന്
ഒരു ഈഴവ വിഭാഗമാണെങ്കിൽ ഒരു 1800 റാങ്ക് വരെയൊക്കെ, മുസ്ലിം വിഭാഗമാണെങ്കിൽ ഒരു 1500 കേരള മെഡിക്കൽ റാങ്ക് വരെയൊക്കെ, ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗമാണെങ്കിൽ ഒരു 3000 റാങ്ക് വരെയൊക്കെ, വിശ്വകർമ്മ വിഭാഗമാണെങ്കിൽ ഏതാണ്ട് 2100 റാങ്ക് വരെയൊക്കെ, ലാറ്റിൻ കാത്തലിക്സ് വിഭാഗമാണെങ്കിൽ ഒരു 3500 കേരള മെഡിക്കൽ റാങ്ക് വരെയൊക്കെ ഗവൺമെൻറ്റിൽ കിട്ടാനുള്ള സാഹചര്യമുണ്ട്. SC/ST വിഭാഗമാണെങ്കിൽ അവർക്ക് ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ഫീസ് ഇല്ലാത്തത് കൊണ്ട് പല കുട്ടികളും കോളേജുകൾ നോക്കിയിട്ട് ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ്ങും മാറി മാറി എടുക്കും. അവിടെ അപ്പോൾ ഒരു റാങ്കിങ്ങിന് പ്രസക്തി ഇല്ലെങ്കിൽ പോലും ഒരു കേരള മെഡിക്കൽ ഒരു 5000 എങ്കിലും വന്നാൽ പോലും ഒരു SC വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു ST വിദ്യാർത്ഥിക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കേരള മെഡിക്കൽ റാങ്ക് വെച്ചിട്ട് കിട്ടും. കേരള മെഡിക്കലിൽ ഒരു 11000 12000 റാങ്ക് ആണെങ്കിലും SC വിഭാഗത്തിന് ഗവൺമെൻറ് മേഖലയിലോ സ്വകാര്യ മേഖലയോ MBBS സീറ്റ് കിട്ടി ഫീസ് ഇല്ലാതെ പഠിക്കാനായിട്ട് സാധിക്കും. ST വിഭാഗമാണെങ്കിൽ ഒരു 20000 റാങ്ക് വരെ ആണെങ്കിലും കേരളത്തിൻ്റെ മെഡിക്കൽ അലോട്ട്മെൻറ്റ് മെഡിക്കൽ അഡ്മിഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാനുള്ള സാഹചര്യമാണുള്ളത്. ഇനി കേരളത്തിൽ ഗവൺമെൻറ് കോളേജുകളിലെ പ്രവേശന രീതികൾ ഇങ്ങനെയാണെങ്കിൽ കേരളത്തിൽ 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളുണ്ട്. ഏതാണ്ട് 7.5 ലക്ഷം 8 ലക്ഷം 8.5 ലക്ഷം 9 ലക്ഷം വരെ വാർഷിക ഫീസ് വരുന്ന വിവിധ മെഡിക്കൽ കോളേജുകളിലോട്ടുള്ള പ്രവേശനം. സാർ, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് മേഖലയിലേക്ക് ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ നേടണമെങ്കിൽ കേരളത്തിൽ അലോട്ട്മെൻറ്റിൽ എത്ര റാങ്കിങ് ഉണ്ടാവും? കേരളത്തിൽ 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളാണ് കേരളത്തിലുള്ളത്. നമുക്കറിയാം ഏതൊരു ആദ്യത്തെ അലോട്ട്മെൻറ്റുകളിൽ ഒരു 5000-5500 കേരള മെഡിക്കൽ റാങ്ക് വരെയാണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റുകൾ 7 ലക്ഷം 8 ലക്ഷം 9 ലക്ഷം 9 ലക്ഷം ഓരോ കോളേജിലും ഓരോ ഫീസായിരിക്കും. ആ ഫീസ് സ്ട്രക്ചർ വെച്ചിട്ട് ഒരു 5500 അല്ലെങ്കിൽ 6000 കേരള മെഡിക്കൽ റാങ്ക് വരെ ആയിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുക. രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലാകുമ്പോഴത്തേക്കും കേരള മെഡിക്കൽ റാങ്ക് ഒരു 7000 7200 വരെയൊക്കെ കിട്ടിക്കണ്ടിട്ടുണ്ട്. മൂന്നാം ഘട്ടമാകുമ്പോഴേക്കും അതൊരു 8800 റേഞ്ചിലോട്ട് പോകും. നാലാം ഘട്ടം സ്പോട്ട് അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 28 തീയതി ആകുമ്പോൾ ഏതാണ്ട് 9500 കേരള മെഡിക്കൽ റാങ്ക് വരെയാണ് കേരളത്തിൽ ഒരു MBBS സീറ്റ് കിട്ടാനുള്ള സാഹചര്യം ജനറൽ വിഭാഗത്തിന്. അത് ക്രിസ്ത്യൻ വിഭാഗമാകുമ്പോൾ ഏതാണ്ട് 14000 കേരള മെഡിക്കൽ റാങ്ക് വരെ ഒരു സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ് കിട്ടും. മുസ്ലിം വിഭാഗമാണെങ്കിൽ ഏതാണ്ട് കേരള മെഡിക്കൽ റാങ്ക് ഒരു 12000 വരെയാണ് സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ് കിട്ടാനുള്ള സാഹചര്യം. ഈഴവയൊക്കെ ആണെങ്കിലും ഒരു 10000 കേരള മെഡിക്കൽ റാങ്ക് വരെയാണ് MBBS സീറ്റ് കിട്ടാനുള്ള കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ് കിട്ടാനുള്ള സാഹചര്യം. SC വിഭാഗമാണെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു 12000 13000 കേരള മെഡിക്കൽ റാങ്ക് വരെയൊക്കെയാണ് സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ് കിട്ടാനുള്ള സാഹചര്യം. ST ആകുമ്പോഴേക്കും ഒരു 22-23,000 കേരള മെഡിക്കൽ റാങ്ക് വരെ സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ് പ്രവേശനം കിട്ടാനുള്ള സാഹചര്യം ഇപ്പം നിലവിൽ ഉണ്ട്, കേരളത്തിലുണ്ട്. സാർ, അതുപോലെ തന്നെ NRI സീറ്റുകളുണ്ടല്ലോ നമ്മുടെ തീർച്ചയായിട്ടും. കാരണം ഈ 19 മെഡിക്കൽ കോളേജുകളിലും 15% അതായത് 400ഓളം MBBS സീറ്റുകളാണ് സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ NRI ആയിട്ടുള്ളത്. ഗവൺമെൻറ്റിലില്ല, NRI സെൽഫ് ഫിനാൻസിങ്ങിൽ മാത്രമേ ഉള്ളൂ. അവിടേക്ക് വേണ്ട റാങ്ക് ഡീറ്റെയിൽസും ഫീസും എത്രത്തോളം? തീർച്ചയായിട്ടും. കാരണം ഇപ്പം നമ്മൾ ഈ പറഞ്ഞ റാങ്കിങ്ങിനൊന്നും അനുസരിച്ചൊരു സെൽഫ് ഫിനാൻസിങ് MBBS വരുന്നില്ലെങ്കിൽ ഓൾറെഡി കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്തപ്പോൾ NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്തവർക്കോ അല്ലെങ്കിൽ ഒരു അവസരം കൂടെ വരുന്നുണ്ട്. ആ സമയത്താണെങ്കിലും കേരള മെഡിക്കലിൽ NRI എന്ന് കൊടുത്ത കുട്ടികൾ ഈ 400 സീറ്റുകൾ കൂടുതലായിട്ട് ലഭിക്കും. 21 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. അവർ ഉദ്ദേശിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൽ NRI സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് കേരള മെഡിക്കൽ റാങ്ക് ഒരു 20,000 25,000 റേഞ്ചൊക്കെ ആയിരിക്കണം. ഏതെങ്കിലും ഒരു കോളേജിൽ അവർ ഉദ്ദേശിക്കുന്ന ഒരു കോളേജ് കിട്ടണമെങ്കിൽ. അല്ലെങ്കിൽ ഒരു 33,000 കേരള മെഡിക്കൽ റാങ്ക് ആണെങ്കിലും അപ്പോഴത്തേക്കും മിനിമം മാർക്ക് എത്തി, ഒരു 250 മാർക്കിൻ്റെയൊക്കെ റേഞ്ചിലെത്തി. അപ്പം ഒരു 33,000 34,000 റാങ്ക് ആണെങ്കിലും കേരളത്തിൽ 21 ലക്ഷം രൂപ കൊടുത്തുള്ള NRI സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അപ്ലൈ ചെയ്ത എല്ലാവർക്കും NRI സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. സാർ, അതുപോലെ തന്നെ കേരളത്തിലെ BDSൻ്റെ സാധ്യതകൾ എത്രത്തോളമുണ്ട്? കേരളത്തിൽ BDSന് 6 ഗവൺമെൻറ് കോളേജുകളും 20ഓളം സ്വകാര്യ BDS കോളേജുകളുമാണുള്ളത്. ഗവൺമെൻറ് BDSന് ഏതാണ്ട് 22,000 രൂപയും സ്വകാര്യ BDSന് 3.25 ലക്ഷം രൂപയുമാണ് വാർഷിക ഫീസ്. ഗവൺമെൻറ് BDS ഏതാണ്ട് 4,000-4,200 കേരള മെഡിക്കൽ റാങ്ക് വരെയാണ് വരുന്നതെങ്കിൽ സ്വകാര്യ BDS സീറ്റുകൾ മിനിമം മാർക്ക് മേടിക്കുന്ന എല്ലാ കുട്ടികൾക്കും കിട്ടാൻ അത്രയുള്ളതും സീറ്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു കുട്ടിയുടെ റാങ്ക് 35,000 ആണെങ്കിലും സ്വകാര്യ ദന്തൽ കോളേജുകൾ BDS സീറ്റിന് ഉറപ്പായിട്ട് സീറ്റ് കിട്ടും. അവിടെയും വേണമെങ്കിൽ NRI സീറ്റ് ഉണ്ട്. മിനിമം മാർക്കാണെങ്കിൽ പോലും NRI സീറ്റുകൾ 6 ലക്ഷത്തിന് BDS സീറ്റുകൾ കിട്ടും. അതൊന്നും വേണ്ട, നോർമൽ ഫീസ് ആണെങ്കിൽ പോലും ക്വാളിഫൈ ചെയ്യുന്ന എല്ലാവർക്കും BDS സീറ്റ് കിട്ടാനുള്ള അത്ര ഇവിടെ ഉണ്ട്. പിന്നെ ഉദ്ദേശിക്കുന്നൊരു കോളേജ് ഒരുവിധം നല്ല കോളേജിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്ന ഒരു കോളേജിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു 20,000 റാങ്ക് വരെയൊക്കെയാണ് BDSൻ്റെ ആദ്യഘട്ടങ്ങളിൽ അലോട്ട്മെൻറ്റ് പോകുന്നത്. സർ, ഇപ്പോൾ MBBSും BDSനും അപ്പുറം
മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്കും താല്പര്യം ഒക്കെ കാണിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരുടെ സാധ്യതകൾ കൂടി നമുക്ക് ഈ ഒരു സമയത്ത് പറയാം. തീർച്ചയായിട്ടും നമുക്ക് കേരള മെഡിക്കൽ വഴിയാണെന്നുണ്ടെങ്കിൽ 13 പ്രോഗ്രാമുകളാണ് മെഡിക്കൽ വിഭാഗത്തിലുള്ളത്. MBBS BDS കഴിഞ്ഞാൽ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, ക്ലൈമറ്റ് ചേഞ്ച്, ഡാറ്റാ സയൻസ്, അതുപോലെയുള്ള ബയോടെക്നോളജി പോലുള്ള 13 മെഡിക്കൽ കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകൾക്കും കേരള മെഡിക്കൽ വഴി തന്നെയാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് 4 അഗ്രികൾച്ചർ കോളേജാണ് കേരളത്തിലുള്ളത്. കേരള മെഡിക്കൽ റാങ്ക് വെച്ചിട്ടാണ് 85% സീറ്റുകളും അഗ്രികൾച്ചറിന് കിട്ടുന്നത്, BSc അഗ്രികൾച്ചറിന് കിട്ടുന്നത്. കഴിഞ്ഞ തവണ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കേരള മെഡിക്കൽ റാങ്ക് 7000 വരെ തന്നെ BSc അഗ്രികൾച്ചർ പ്രവേശനം കിട്ടി. 7000 കേരള മെഡിക്കൽ റാങ്ക് ആണെങ്കിലും 15,000 രൂപ വാർഷിക ഫീസിൽ BSc അഗ്രികൾച്ചർ പ്രവേശനം കിട്ടി. വെറ്റിനറിക്ക് 2 കോളേജുകളാണുള്ളത്. ഈ അഗ്രികൾച്ചറും വെറ്റിനറിയും ഗവൺമെൻറ് മേഖലയിൽ മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ് മേഖലയിൽ വെറ്റിനറിക്ക് ഏതാണ്ട് 4,000-4,500 കേരള മെഡിക്കൽ റാങ്ക് വരെയാണ് വെറ്റിനറിക്ക് പ്രവേശനം കിട്ടിയത്. ആയുർവേദത്തിന് 6 ഗവൺമെൻറ് കോളേജുകളും ഏതാണ്ട് 10 സ്വകാര്യ ആയുർവേദ കോളേജുകളുമുണ്ട്. അതിൽ ഗവൺമെൻറ് ആയുർവേദം ഏതാണ്ട് കേരള മെഡിക്കൽ റാങ്ക് 10,000 വരെയുള്ളവർക്കാണ് കിട്ടിയത്. സ്വകാര്യ ആയുർവേദം നമ്മൾ BDS പറഞ്ഞ പോലെ നീറ്റിന് മിനിമം സ്കോർ ഉണ്ടെങ്കിൽ പോലും ആയുർവേദത്തിന് സ്വകാര്യ മേഖലയിൽ ഉറപ്പായിട്ട് സീറ്റ് കിട്ടും. ഏതാണ്ട് 2 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. അപ്പോൾ ഒരു 200 മാർക്ക് കിട്ടും, അല്ലെങ്കിൽ 250 മാർക്ക് കിട്ടും, 300 മാർക്ക് കിട്ടിയാലും ഒരു സെൽഫ് ഫിനാൻസിങ് ആയുർവേദ സീറ്റുകൾ ഉറപ്പാക്കാനായിട്ട് സാധിക്കും. പിന്നെയുള്ളത് ഹോമിയോ മേഖലയാണ്. 4,000 രൂപ മാത്രം വാർഷിക ഫീസ് കൊടുത്തുകൊണ്ട് 4 ഗവൺമെൻറ് മേഖലയിലുള്ള കോളേജുകളാണ് ഹോമിയോയ്ക്കുള്ളത്, BHMSനുള്ളത്. കേരള മെഡിക്കൽ റാങ്ക് ഏതാണ്ട് 14,000 വരെയുള്ള കുട്ടികൾക്ക് BHMSന് കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് വഴി ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഫിഷറീസ്, ഫോറസ്ട്രി പോലുള്ള വിഭാഗത്തിന് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മേഖലയിലുള്ള കോഴ്സുകളാണ് നോക്കുന്നതെങ്കിൽ ഏതാണ്ട് 10,000-11,000 റാങ്ക് വരെയൊക്കെയാണ് ഫിഷറീസ്, ഫോറസ്ട്രി പോലുള്ള കോളേജുകൾ അലോട്ട്മെൻറ്റിൽ പോയിരിക്കുന്നത്. സർ, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ തലത്തിൽ വെറ്റിനറിക്ക് ഏതൊക്കെ റാങ്ക് വരെയുള്ളവർക്ക്? തീർച്ചയായിട്ടും. കാരണം ഈ കേരളത്തിനകത്തുള്ള 2 വെറ്റിനറി കോളേജ് ഉൾപ്പെടെ ഇന്ത്യയിലുള്ള മുഴുവൻ ഗവൺമെൻറ് മേഖലയിലെയും 15% വെറ്റിനറി നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് വെച്ച് മാത്രമാണ് പ്രവേശനം. VCI കൗൺസിലിംഗ് എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൾ ഇന്ത്യ വെറ്റിനറിക്ക് അപ്ലൈ ചെയ്യേണ്ടത്. കഴിഞ്ഞ തവണ ഏതാണ്ട് 1 ലക്ഷം റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്ക്, ഓൾ ഇന്ത്യ റാങ്കിങ് 1 ലക്ഷം വരെയുള്ള വിദ്യാർത്ഥിക്ക് VCI കൗൺസിലിംഗ് വഴി ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് മേഖലയിൽ വെറ്റിനറി സീറ്റ് ലഭിച്ചിട്ടുണ്ട്. സ്വകാര്യ മേഖലയിലുള്ള വെറ്റിനറി കോളേജുകൾ പ്രവേശനം നേടണമെങ്കിൽ അതാത് കോളേജുകൾ വഴിയോ അതാത് വെബ്സൈറ്റുകൾ വഴിയോ അപ്ലൈ ചെയ്തിട്ട് വേണം. വളരെ ഉയർന്ന നിരക്കിൽ, അതിന് നീറ്റുമായിട്ടൊന്നും ബന്ധമില്ല. കർണാടകയിലോ പോണ്ടിച്ചേരിയിലോ തമിഴ്നാട്ടിലോ ഒക്കെ ഒരു സ്വകാര്യ മേഖലയുള്ള വെറ്റിനറി വേണമെന്നുണ്ടെങ്കിൽ അതാത് മാനേജ്മെൻറ്റുകളിൽ പ്രവേശനം നേടി ഒരു 8 ലക്ഷം രൂപയോ ഒക്കെ ഫീസ് കൊടുത്തുകൊണ്ട് പഠിക്കാവുന്നതാണ് വെറ്റിനറി മേഖല. ഗവൺമെൻറ് മേഖലയിലുള്ള 15% നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് വെച്ചാണ് ഫില്ല് ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 1 ലക്ഷം റാങ്ക് ആണെങ്കിലും 4 അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഓൾ ഇന്ത്യ വെറ്റിനറിക്ക് പ്രവേശനം കിട്ടും. സർ, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ ഏത് റാങ്ക് വരെയുള്ളവർ? നമ്മൾ ഓൾ ഇന്ത്യ വെറ്റിനറി പറഞ്ഞപ്പോൾ അത് നീറ്റിൻ്റെ റാങ്ക് വെച്ചാണെന്ന് പറഞ്ഞു. പക്ഷേ ഓൾ ഇന്ത്യ തലത്തിലുള്ള അഗ്രികൾച്ചറും നീറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിന് കുട്ടികൾ എഴുതിയ പരീക്ഷയാണ് CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അല്ലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ റാങ്ക് വെച്ചിട്ടാണ് ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ പ്രവേശനം. ജൂൺ 30 CUETയുടെ റിസൾട്ട് വരുന്നത്. ജൂൺ 30 ശേഷം ഈ പ്രവേശനം ആഗ്രഹിക്കുന്നവർ കേരളത്തിലെ അഗ്രികൾച്ചർ കോളേജുകൾ ഉൾപ്പെടെ ഇന്ത്യയിലുള്ള അഗ്രികൾച്ചർ മേഖലയിലുള്ള ICARൻ്റെ അലോട്ട്മെൻറ്റ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ 11 കോഴ്സുകളാണുള്ളത്. അഗ്രികൾച്ചറും സെറികൾച്ചറും ബയോടെക്നോളജിയും അഗ്രികൾച്ചർ എഞ്ചിനീയറിങ്ങും ഫിഷറീസും ഫോറസ്ട്രിയും ഒക്കെയുള്ള 11 കോഴ്സുകൾക്ക് ICAR അലോട്ട്മെൻറ്റ് നടത്തുന്നത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ. അതിന് നീറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ജൂൺ 30 CUET റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ICARൻ്റെ വെബ്സൈറ്റിൽ UG കൗൺസിലിങ്ങിന് രജിസ്റ്റർ ചെയ്യണം. CUETയിൽ കിട്ടിയ മാർക്ക് അനുസരിച്ച് ഓൾ ഇന്ത്യ റാങ്കിങ് പ്രസിദ്ധീകരിക്കും. ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലുള്ള BSc അഗ്രികൾച്ചറിന് പ്രവേശനം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള 11 പ്രോഗ്രാമുകൾക്കും ഏതാണ്ട് 5,000 ഓൾ ഇന്ത്യ റാങ്കൊക്കെ CUETയിൽ വരികയാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും BSc അഗ്രികൾച്ചർ പ്രവേശനം കിട്ടും. ഒരു 15,000 ഓൾ ഇന്ത്യ റാങ്ക് ആണെങ്കിലും ICARന് റാങ്കാണ്, നീറ്റുമായിട്ട് ബന്ധമില്ല. ICAR റാങ്ക് ആണെന്നുണ്ടെങ്കിലാണ് ഇന്ത്യയിൽ ബാക്കിയുള്ള പ്രോഗ്രാമുകൾക്ക്, സെറികൾച്ചറോ ഹോർട്ടിക്കൾച്ചറോ ബയോടെക്നോളജി പോലുള്ള പ്രോഗ്രാമുകൾക്ക് പ്രവേശനം ലഭിക്കുന്നത്.
സർ അതുപോലെ തന്നെ ആയുർവേദത്തിനും ഹോമിയോയ്ക്കും ഇത്തവണ മറ്റൊരു എക്സാം നടത്തുമായിരുന്നായിരുന്നല്ലോ പറഞ്ഞത്. തീർച്ചയായിട്ടും. കാരണം ഈ കോളേജിൽ പ്രവേശനം നേടുന്ന പലരും ഈ കോഴ്സിനോട് യാതൊരു താല്പര്യവും പ്രകടിപ്പിക്കാതെ വരുന്നവരാണ്. അപ്പം അതിൽ നിന്ന് മാറി ഈ കോഴ്സിനോട് താല്പര്യമുള്ളവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് 2023 ഡിസംബറിൽ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നൊരു വിജ്ഞാപനമാണ് ആയുർവേദവും ഹോമിയോവും പഠിക്കാനുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു നീറ്റ് എൻട്രൻസ്. പക്ഷേ ഈ വർഷം അത് നടപ്പിലാക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. 2024 ഇപ്പോൾ ഓൾറെഡി നടന്ന നീറ്റിൽ നിന്ന് തന്നെയാണ് ആയുർവേദത്തിൻ്റെയും ഹോമിയോയുടെയും അഖിലേന്ത്യാ പ്രവേശനവും നടക്കുന്നത്. 2025 മാത്രമായിരിക്കും ആയുഷിന് വേണ്ടി സെപ്പറേറ്റ് ഒരു നീറ്റ് എക്സാം നടക്കുക. സർ അങ്ങനെയെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിൽ ആയുർവേദത്തിന് കിട്ടുന്ന ഒരു ലാസ്റ്റ് റാങ്കിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? നമുക്ക് ഓൾ ഇന്ത്യ MBBSൻ്റെ അലോട്ട്മെൻറ്റ് MCCയുടെ സൈറ്റിൽ പുരോഗമിക്കുമ്പോൾ ഒരു 2 റൗണ്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ആയുഷ് കൗൺസിലിംഗ് ആരംഭിക്കുന്നത്. AACCC.nic.in എന്ന വെബ്സൈറ്റ് വഴി ആയുഷ് കൗൺസിലിംഗ് വഴിയാണ് കേരളം ഉൾപ്പെടെയുള്ള ഹോമിയോയുടെ ഗവൺമെൻറ് മേഖലയിലെ 15% സീറ്റുകൾ. ആയുർവേദത്തിന് ഡീംഡ് കോളേജുകളുണ്ട്. ആയുർവേദത്തിൻ്റെ സ്വകാര്യ കോളേജുകളിൽ കേരള മെഡിക്കൽ റാങ്ക് വെച്ചിട്ടാണ്. ആയുർവേദത്തിൻ്റെ ഡീംഡ് കോളേജുകളിൽ, ഇപ്പോൾ ഉദാഹരണം അമൃത പോലുള്ള കോളേജുകളിൽ, ആയുർവേദത്തിൻ്റെ ഡീംഡ് കോളേജുകളിലും ആയുഷ് കൗൺസിലിംഗ് വഴി വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ ചോയ്സുകൾ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഓൾ ഇന്ത്യ റാങ്കിങ് 2 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ ആണെങ്കിലും അതുവഴി പ്രവേശനം കിട്ടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. സർ അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള ഒരു MBBS സാധ്യതകൾ ലാസ്റ്റ് റാങ്ക് ഒക്കെ ഒന്ന് പറയുമോ? തീർച്ചയായിട്ടും. കാരണം CMC വെല്ലൂർ ഉദാഹരണത്തിനൊരു കോളേജ്, CMC വെല്ലൂർ തമിഴ്നാട്ടിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജാണ്. അത് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴി ഒന്നുമല്ല നമുക്ക് കിട്ടുന്നത്. തമിഴ്നാടിൻ്റെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യണം. TNmedicalselection.net എന്ന വെബ്സൈറ്റ് വഴിയാണ് CMC വെല്ലൂരിൽ നമുക്ക് പ്രവേശനം കിട്ടുന്നത്. ഓൾ ഇന്ത്യ അത് നമുക്കറിയാം. തമിഴ്നാടിന് പുറത്തുള്ള കുട്ടികൾക്ക് അവിടെ ജനറൽ വിഭാഗത്തിൽ 2 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 30 സീറ്റുകളിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ആരൊക്കെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെന്നനുസരിച്ചാണ് സാധ്യതകൾ. അവിടെ നമുക്കൊരു റാങ്കിങ്ങിൻ്റെ സിസ്റ്റം പറയാനായിട്ട് സാധിക്കില്ല. ഒരു കഴിഞ്ഞ തവണ നമുക്കറിയാം 680 690 മാർക്കൊക്കെ ഉള്ള കുട്ടികൾക്കാണ് CMC വെല്ലൂരിൽ. കാരണം അവിടെ ഫീസ് കുറവാണ്. 55,000 രൂപ മാത്രമേ വാർഷിക ഫീസുള്ളൂ. ഒരു 680 690 മാർക്ക് കിട്ടിയ കുട്ടിക്കാണ് ഓപ്പൺ വിഭാഗത്തിൽ ആ 2 സീറ്റുകൾ CMC വെല്ലൂരിൽ കിട്ടിയത്. അപ്പോൾ അവർ അപ്ലൈ ചെയ്യേണ്ടത് TNmedicalselection.net എന്ന വെബ്സൈറ്റ് വഴിയാണ്. ആ സൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പം തമിഴ്നാട്ടിലെ ബാക്കിയുള്ള 20 സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളുണ്ട്. 13.5 ലക്ഷം രൂപയാണ് ഇവിടെ ബാക്കിയുള്ള കോളേജിൻ്റെ വാർഷിക ഫീസ്. CMC വെല്ലൂരിൽ മാത്രമാണ് 55,000 രൂപ. ബാക്കിയുള്ള PSG അവിടുത്തെ ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജാണ് PSG മെഡിക്കൽ കോളേജ്. PSG മെഡിക്കൽ കോളേജുള്ള പോലുള്ള കോളേജുകളിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ 13.5 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. ഏതാണ്ട് 4 ലക്ഷം രൂപയോളം അഡീഷണൽ ചിലവും വരുന്നുണ്ട്. ആ കോളേജുകളിൽ പ്രവേശനം കിട്ടണമെങ്കിൽ ഏതാണ്ട് 1 ലക്ഷം 1.5 ലക്ഷം ഓൾ ഇന്ത്യ റാങ്കിങ്ങിന് അടുത്താണെങ്കിൽ മാത്രമേ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു കോളേജിൽ പ്രവേശനം നമുക്ക് സാധ്യത. ഈ പറയുന്ന ഫീസ് ആണെങ്കിൽ പോലും നമുക്ക് അത്രയൊരു റാങ്കിങ് വേണ്ടി വരും. അതിനുശേഷം കർണാടകം നമുക്കറിയാം സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ്. അവിടെ പക്ഷേ ഫീസ് കൂടുതലാണ്. ഏതാണ്ട് 8.5 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. കേരളത്തിലെ റോമൻ കാത്തലിക്സിന് മാത്രമായിട്ട് 60 സീറ്റുകൾ, കേരളത്തിലുള്ള എല്ലാ വിഭാഗത്തിനുമായിട്ട് 10 സീറ്റുകൾ, കന്യാസ്ത്രീ സമൂഹത്തിന് 10 സീറ്റുകൾ, അങ്ങനെ വിവിധ റിസർവേഷൻ കാറ്റഗറിക്കാണ് സെൻറ്റ് ജോൺസിലെ MBBS സീറ്റുകളുള്ളത്. സെൻറ്റ് ജോൺസിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം KEA കർണാടക എൻട്രൻസ് അതോറിറ്റിയുടെ വെബ്സൈറ്റ് വഴി ഫെബ്രുവരിയിൽ എല്ലാവരും അപ്ലൈ ചെയ്തിരുന്നു. അത് ഇനി ഒരിക്കൽ കൂടി കർണാടകത്തിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീറ്റ് റിസൾട്ട് വരുന്നതിന് ശേഷം 3 ദിവസം അവർ കൊടുത്തിട്ടുണ്ട്. പലർക്കും സെൻറ്റ് ജോൺസിൽ അഡ്മിഷൻ വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ നേരത്തെ അപ്ലൈ ചെയ്യാൻ വിട്ടുപോയി. ബാക്കിയുള്ള കർണാടകത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശനം വേണമെങ്കിൽ KEA കർണാടക എൻട്രൻസ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യണ്ടേ. ഓൾറെഡി അതിൻ്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തതാണ്. പക്ഷേ ഇപ്പം നീറ്റ് റിസൾട്ട് വന്നിട്ട് 3 ദിവസം അത് വീണ്ടും ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം റിസൾട്ട് വന്നതിന് ശേഷം 3 ദിവസം. അപ്പോൾ അങ്ങനെ കേരളത്തിലെ ജനറൽ വിഭാഗമാണ്, ഓപ്പൺ കാറ്റഗറിയിലാണ് സെൻറ്റ് ജോൺസിലൊരു പ്രവേശനമാണ് നോക്കുന്നതെങ്കിൽ ഏതാണ്ട് ഓൾ ഇന്ത്യ റാങ്കിങ് ഒരു 30,000 35,000 ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടെങ്കിലാണ് സെൻറ്റ് ജോൺസിൽ ഓപ്പൺ കാറ്റഗറിയിൽ പ്രവേശനം കിട്ടുന്നത്. റോമൻ കാത്തലിക്സ് ആണെങ്കിൽ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ഓൾ ഇന്ത്യ റാങ്കിങ് വേണ്ട 1 ലക്ഷം ആണെങ്കിലും ലാസ്റ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റ് വരെ, സ്പോട്ട് അലോട്ട്മെൻ്റ് ഒക്കെ ആകണം, 4ാമത്തെ അലോട്ട്മെൻറ്റ് ആകണം, ഏതാണ്ട് 1 ലക്ഷം ഓൾ ഇന്ത്യ റാങ്ക് ആണെങ്കിലും സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ റോമൻ കാത്തലിക്സിന് പ്രവേശനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി കർണാടകത്തിലെ ബാക്കിയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന കോളേജുകൾ രാമയ്യ പോലെ, കെമ്പഗൌഡ് പോലെ,
JJ മെഡിക്കൽ കോളേജ് പോലെ അങ്ങനെയുള്ള ഏതാണ്ട് 15ഓളവും സ്വകാര്യ മെഡിക്കൽ കോളേജുകളാണ് 11 ലക്ഷം രൂപയുടെ വാർഷിക ഫീസിലുള്ളത്. ബാക്കി ഒരു 10 കോളേജുണ്ട്, പക്ഷേ അവിടെ ഫീസ് വളരെ കൂടുതലാണ്. 16 ലക്ഷവും 20 ലക്ഷവും 26 ലക്ഷവും ഡീംഡ് അല്ല. കർണാടകത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ തന്നെ പല ഫീസ് സ്ട്രക്ചറുകളാണ്. 15 കോളേജുകളിലേ ഉള്ളൂ 11 ലക്ഷം രൂപ വാർഷിക ഫീസ്. അപ്പോൾ അവിടെ ഫീസ് ശ്രദ്ധിച്ചോണം. ആ 11 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് കർണാടകത്തിൽ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വേണമെങ്കിൽ ഏതാണ്ട് ഒരു 70,000 75,000 ഓൾ ഇന്ത്യ റാങ്ക് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കർണാടകത്തിലെ ഒരു സ്വകാര്യ മേഖലയിലുള്ള മെഡിക്കൽ കോളേജിൽ പ്രവേശന സാധ്യതകളുള്ളൂ. അപ്പോൾ ഇന്നത്തെ ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൽ ശിവൻ സാർ വളരെ വ്യക്തമായി, കൃത്യമായി, ഏറ്റവും ലഘുവായി നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പങ്കുവെച്ചു. അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റും കേരള അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ശിവൻ സാർ നിങ്ങളോട് എല്ലാവരോടുമായി പങ്കുവെച്ചത്. അത് നീറ്റ് എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലുമാണ് അല്ലേ സാർ? കാരണം നമ്മൾ എല്ലാ കോഴ്സുകളുടെയും സാധ്യതകളെക്കുറിച്ചും റാങ്കിനെ കുറിച്ചും ഇതിനുള്ളിൽ പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുന്ന ഒരു സാധ്യതകളാണ്. അപ്പം ഈ റാങ്ക് വരുന്നവർ മാത്രമേ കിട്ടാനുള്ള സാഹചര്യമുള്ളൂ, അല്ല ഇവർ മാത്രമേ ഓപ്ഷൻ കൊടുക്കാവുള്ളൂ, അങ്ങനെ ഒന്നുമില്ല. ഗവൺമെൻറ് MBBS ആണ് വേണ്ടതെങ്കിൽ എല്ലാവരും കൊടുക്കണം. ഓൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് MBBS ആണ് വേണ്ടതെങ്കിൽ ഏത് റാങ്കുകാർക്കും അതിനകത്ത് ഓപ്ഷൻ കൊടുക്കാം. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് മുഴുവൻ ഓപ്ഷനുകളും ഫില്ല് ചെയ്യുക. അപ്പം നമ്മൾ ഈ പറഞ്ഞതൊക്കെ ഒരു സാധ്യതകൾ മാത്രമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ചിലപ്പോൾ ഈ വർഷം അലോട്ട്മെൻറ്റുകൾ പോകാം. അത്രയധികം സീറ്റുകൾ വർധനവ് കാണിക്കുന്നുണ്ട്, അലോട്ട്മെൻറ്റ് രീതികൾ മാറുന്നുണ്ട്. അതുകൊണ്ട് ഇതനുസരിച്ച് ഇത്ര മാത്രമുള്ളവർക്ക് മാത്രമേ അലോട്ട്മെൻറ്റ് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റിൽ നിന്ന് മാറി നിന്നാൽ നമ്മളെക്കാളും കുറഞ്ഞ റാങ്കുള്ളവർക്ക് ചിലപ്പോൾ സീറ്റുകൾ കിട്ടിയേക്കാം. അപ്പം അലോട്ട്മെൻറ്റിനെ അഭിമുഖീകരിക്കുമ്പം നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മളെപ്പോഴും ചർച്ച ചെയ്യാറുള്ള നമ്മുടെ പ്രിഫറൻസ് ഓർഡർ. നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള കോളേജ്, നമുക്ക് കിട്ടാൻ സാഹചര്യമുള്ള കോളേജ്, ഒന്നുമില്ലെങ്കിലും നമുക്ക് ഈ കോളേജുകളെങ്കിലും കിട്ടണം. ഏറ്റവും നമ്മുടെ മിനിമം റിക്വയർമെൻറ്റ് എന്താണോ അവിടം വരെ കൊടുക്കാനുള്ള ഒരു സാഹചര്യം എപ്പോഴും കാണിക്കണം. അത് ഇന്ന റാങ്കുള്ളതെന്ന് പറഞ്ഞതല്ല, എല്ലാവരും കാണിക്കണം. നിങ്ങളുടെ ആഗ്രഹം ഇതാണെങ്കിൽ അതിന് 1 ലക്ഷമെന്നോ 2 ലക്ഷമെന്നോ 3 ലക്ഷമെന്നോ ഒന്നുമില്ല. നമ്മളുടെ ആഗ്രഹം എന്താണോ അത് ഈ ഏത് വെബ്സൈറ്റുകളിലും രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. അതുകൊണ്ട് ഇന്ന റാങ്ക് ഉള്ളവരെ ചെയ്യാവുള്ളൂ, ഇന്ന മാർക്കുള്ളവർക്കേ കിട്ടാവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും അവരവരുടെ പ്രിഫറൻസ് ഓർഡർ, ഏറ്റവും ആഗ്രഹമുള്ളത്, നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത്, ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് വേണ്ട ഒരു സീറ്റ്, അങ്ങനെ ഒരു പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കി എല്ലാവരും ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെന്നാണ് നമുക്ക് പ്രത്യേകം പറയാനുള്ളത്. കാരണം ഈ ഒരു മുൻവിധി പ്രകാരം പലരും അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൊടുക്കില്ല. അപ്പോൾ എന്നിട്ട് എന്ത് പറ്റും? അവനോനേക്കാളും കുറവുള്ള റാങ്കുകാർക്ക് കിട്ടി എന്ന് പരിതപിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ വരരുത്. ഇതൊക്കെ ഒരു സാധ്യതകൾ മാത്രമാണ്. അലോട്ട്മെൻറ്റുകൾക്കനുസരിച്ച് നിങ്ങളുടെ സാധ്യതകൾക്ക്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ ഈ പറയുന്ന വെബ്സൈറ്റുകളിൽ എല്ലാവരും ഓപ്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇനി വരുന്ന വാരങ്ങളിലെല്ലാം ശിവൻ സാറിനൊപ്പം ഉണ്ട്. അതുപോലെ ശിവൻ സാർ നയിക്കുന്ന നിരവധി വീഡിയോകളെല്ലാം നിങ്ങൾ കാണും. തീർച്ചയായിട്ടും അതൊന്നും മിസ്സാക്കാതെ പൂർണ്ണമായും അത് കാണുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുള്ള മറ്റ് കുട്ടികൾക്കൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സും ഒക്കെ ബന്ധപ്പെട്ട്. അവരിലേക്കും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നൽകേണ്ടത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. കാരണം അവരും കൃത്യമായ ഗൈഡൻസിലൂടെ തന്നെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ വാരം ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.